പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ആമിയുടെ ഉറക്കം എന്ന കഥ കേൾക്കൂ. ആമി ആമി ഉറങ്ങല്ലേ? ക്ലാസ്സിൽ കമിഴ്ന്നു കിടക്കുന്ന ആമിയോട് കൂട്ടുകാരിയായ നോനി പറഞ്ഞു. ആമി ആമി ഉണരുക നീ, ക്ലാസ്സിലിരുന്നു തൂങ്ങല്ലേ, ക്ലാസ് എടുക്കും നേരത്ത് കണ്ണടച്ചു കിടക്കല്ലേ, അലസതയൊട്ടും നന്നല്ല. ആമി ഇതൊന്നും അറിയുന്നതേയില്ല. ദേവയാനി ടീച്ചർ വന്ന് കുലുക്കി വിളിച്ചപ്പോഴാണ് അവൾ ഉണർന്നത്. കണ്ണു തിരുമ്മി ചുറ്റും നോക്കുന്ന ആമിയെ കണ്ട് കൂട്ടുകാർ കളിയാക്കി ചിരിച്ചു. ആകെ ചമ്മിപ്പോയ അവളെ ടീച്ചർ സമാധാനിപ്പിച്ചിട്ട് അമ്മയെ വിളിച്ച് വിവരങ്ങൾ ചോദിച്ചു. ഏറെ വൈകാതുറങ്ങുകില്ല, നേരം വെളുത്താൽ എഴുന്നേൽക്കില്ല, TV കമ്പ്യൂട്ടർ മൊബൈലിലായി മെല്ലെ ഇണങ്ങി കളിച്ചിരിക്കും. അമ്മയുടെ മറുപടി കേട്ട ശേഷം ടീച്ചർ അവളെ വിളിച്ചു കാര്യം ചോദിച്ചു. മുത്തശ്ശി TVക്കു മുന്നിലായി കഷ്ണം നുറുക്കാനിരിക്കും നേരം അമ്മ മൊബൈലിലായി റീൽസു കാണും. അച്ഛനു കമ്പ്യൂട്ടർ മാത്രം മതി, ചേട്ടനോ കമ്പ്യൂട്ടർ ഗെയിമിൽ രസം, ചേച്ചി മൊബൈലിൽ തപസ്സിരിപ്പാ. എൻ്റെ വീട്ടിലെല്ലാവരും കമ്പ്യൂട്ടറും TVയും ഫോണും നോക്കിയിരിക്കുകയാണ്. ജോലി ചെയ്യുന്നതിനിടയിലും അവർക്കിതില്ലാതെ വയ്യ. കൊച്ചുകുട്ടിയെന്ന് പറഞ്ഞ് എന്നെ മാത്രം വിലക്കും. അതുകൊണ്ട് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴാണ് ഞാൻ ഫോൺ എടുത്ത് നോക്കുക. അങ്ങനെ നോക്കി നോക്കി നേരം വെളിച്ചമാവുമ്പോഴേക്കും ഉറക്കം പിടിക്കും. പിന്നെ ഉണരാൻ തോന്നില്ല. അപ്പോൾ പ്രശ്നം കുട്ടിയുടേതല്ല, വീട്ടുകാരുടെ തന്നെയാണ്. എല്ലാവരും നോക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും എന്താണെന്നറിയാൻ കുഞ്ഞുമക്കൾക്കും ആഗ്രഹമുണ്ടാകും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ അവർക്ക് മടിയില്ല. കുറച്ചു സമയമെങ്കിലും ഇതെല്ലാം മാറ്റിവെച്ച് കുട്ടികളോട് സംസാരിക്കുക, വിശേഷങ്ങൾ പങ്കുവയ്ക്കുക, അതാണ് വേണ്ടത്. ഹെഡ് മിസ്ട്രസ് പറഞ്ഞു. ശരി, ഇനി മുതൽ ഞങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളാം. അമ്മ ടീച്ചർക്ക് ഉറപ്പ് നൽകി. അത് കേട്ട് ആമി സന്തോഷത്തോടെ പുഞ്ചിരിച്ചു.